ലോജിക് ബോക്സിൻ്റെ കോഡ് ആൻഡ് പ്ലേ എന്ന സീരീസിലെ അടുത്ത എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയ ഒരു ആനിമേഷനാണ്. നമുക്ക് ക്യാറ്റിനെ ഒന്ന് പറക്കാൻ പഠിപ്പിച്ചാലോ? സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾ ഈ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാറ്റ് പറക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ക്യാറ്റ് പറക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു ബിൽഡിംഗ് ഇങ്ങനെ നീങ്ങി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾ സ്ക്രാച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. സ്ക്രാച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. സോ ഒരു പുതിയ പ്രൊജക്റ്റ് ലോഡായി വരുന്നതായിരിക്കും. അവിടെ പ്രൊജക്റ്റിന് ഒരു പുതിയ പേര് കൊടുക്കുക. ഞാനിപ്പോൾ ക്യാറ്റ് ഫ്ലൈയിങ് എന്ന് പേര് കൊടുക്കുകയാണ്. ഈ പ്രൊജക്റ്റിനകത്ത് നമുക്ക് 2 സ്പ്രൈറ്റുകളാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ഫ്ലൈ ചെയ്യുന്ന ക്യാറ്റിൻ്റെ സ്പ്രൈറ്റാണ്. രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ബിൽഡിംഗ് സ്പ്രൈറ്റാണ്. സോ ഇവിടെ ഓൾറെഡി ഉള്ള ഈ ഒരു സ്പ്രൈറ്റ് നമുക്ക് ആവശ്യമില്ല. ഞാൻ ഈ സ്പ്രൈറ്റ് ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവാണ്. കാരണം ഇത് ക്യാറ്റ് വാക്ക് ചെയ്യുന്ന സ്പ്രൈറ്റാണ്. ഇതിനകത്ത് വാക്ക് ചെയ്യുന്ന ആനിമേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്പ്രൈറ്റിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ആർ യു ഷുവർ യു വോണ്ട് ടു ഡിലീറ്റ് ദിസ് സ്പ്രൈറ്റ്? യെസ്. ഓക്കെ. സോ അതിനുശേഷം എന്ത് ചെയ്യുക? ഇവിടെ ചൂസ് എ സ്പ്രൈറ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇതിനകത്ത് ക്യാറ്റ് ഫ്ലൈയിങ് എന്ന് പറയുന്ന ഒരു സ്പ്രൈറ്റ് ഉണ്ട്. അതിനെ ഒന്ന് കണ്ടുപിടിക്കുക. റൈറ്റ്. ക്യാറ്റ് ഫ്ലൈയിങ് എന്ന് പറയുന്ന ഈ സ്പ്രൈറ്റ് സെലക്ട് ചെയ്യുക. ഈ സ്പ്രൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ക്യാറ്റിനെ ഫ്ലൈ ചെയ്യാവുന്ന ക്യാറ്റിൻ്റെ സ്പ്രൈറ്റ് ഇതാണ്. റൈറ്റ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ബിൽഡിങ്ങിൻ്റെ സ്പ്രൈറ്റാണ്. അതും ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. ഇവിടെ ചൂസ് എ സ്പ്രൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബിൽഡിംഗ് എന്നുള്ള സ്പ്രൈറ്റ് തിരഞ്ഞ് കണ്ടുപിടിക്കുക. അവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ബിൽഡിങ്സ് എന്ന് പറയുന്ന ഈ സ്പ്രൈറ്റ് സെലക്ട് ചെയ്യുകയാണ്. റൈറ്റ്. ആ സ്പ്രൈറ്റും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് ക്യാറ്റിൻ്റെ സ്പ്രൈറ്റും ഉണ്ട്, ബിൽഡിങ്ങിൻ്റെ സ്പ്രൈറ്റും ഉണ്ട്. ബിൽഡിങ്ങിനെ ഞാൻ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുവെക്കാം. ഇവിടെ നമ്മൾ ക്യാറ്റ് ഫ്ലൈ ചെയ്യുന്ന ഒരു ആനിമേഷനാണ് ഉണ്ടാക്കുന്നത് എങ്കിലും ഒരു കാര്യം രസകരമാണ്. ഈ ക്യാറ്റ് ഒരിക്കലും അതിൻ്റെ ഒരു പൊസിഷനിൽ നിന്ന് മാറുന്നേയില്ല. അതാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഒരു പ്രത്യേകത. സോ നിങ്ങൾ ക്യാറ്റിൻ്റെ ഒരു ഇനീഷ്യൽ പൊസിഷൻ സെറ്റ് ചെയ്യുക. ഈ പൊസിഷനിൽ നിന്ന് നിങ്ങളുടെ ക്യാറ്റ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. ക്യാറ്റ് അവിടെ തന്നെ ഉണ്ടാവും. പകരം ഈ മൂവ് ചെയ്യുന്ന പോലെ, ക്യാറ്റ് ഫ്ലൈ ചെയ്യുന്ന പോലെ ആനിമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിറകിലുള്ള ബിൽഡിങ്ങിനെ മൂവ് ചെയ്യാൻ പോവുകയാണ്. ഈ ബിൽഡിംഗ് എന്ത് ചെയ്യും? റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അത് കഴിയുമ്പോൾ വീണ്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കിതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് സ്പ്രൈറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാം. ബിൽഡിംഗ് സ്പ്രൈറ്റിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാറ്റ് ഫ്ലൈയിങ് സ്പ്രൈറ്റിൽ ആഡ് ചെയ്യാം. ഫോർ ദ ടൈം ബീയിങ് ഞാനതിനെ ക്യാറ്റ് ഫ്ലൈയിങ് സ്പ്രൈറ്റിൽ മ്യൂസിക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ക്യാറ്റ് ഫ്ലൈയിങ് സ്പ്രൈറ്റ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിവിടെ പോയിട്ട് മ്യൂസിക്കാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവൻസിനകത്ത് വെൻ ഗ്രീൻ ഫ്ലാഗ് ഇസ് പ്രസ്ഡ്, ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത സമയത്ത് ഐ വോണ്ട് സം സൗണ്ട്. സോ സൗണ്ട് എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് പോവുകയാണ്. പ്ലേ പോപ്പ് അണ്ടിൽ റൺ. ഇപ്പോൾ പോപ്പ് എന്ന് പറയുന്ന ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ. പോപ്പ് എന്ന് പറയുന്ന ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇതല്ല നമുക്ക് വേണ്ടത്. പകരം നമുക്ക് വേണ്ടത് മറ്റൊരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു സൗണ്ടാണ്. സോ സൗണ്ട്സ് എന്ന് പറയുന്ന ടാബിനകത്തേക്ക് പോവാണ്. ക്യാറ്റ് ഫ്ലൈയിങ് സ്പ്രൈറ്റിനകത്തേക്ക് ഞാനൊരു പുതിയ സൗണ്ട് ആഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ തൽക്കാലം നമുക്ക് പോപ്പ് എന്ന് പറയുന്ന ഒരു സൗണ്ട് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. താഴെ പോവുക, ചൂസ് എ സൗണ്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് സ്പേസ് ആംബിയൻസ് എന്ന് പറയുന്ന ഒരു സൗണ്ടാണ്. സ്പേസ് ആംബിയൻസ്, ഈ ഒരു സൗണ്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഈ സൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സൗണ്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 10 സെക്കൻഡ് നേരമാണ് ആ സൗണ്ട് പ്ലേ ചെയ്യുക. അതിനുശേഷം ആ സൗണ്ട് സ്റ്റോപ്പ് ചെയ്യും. സോ ഞാൻ കോഡിലേക്ക് തിരിച്ചു പോവുകയാണ്. സോ പ്ലേ പോപ്പ് എന്നുള്ളതിന് പകരം ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്പേസ് ആംബിയൻസ് എന്ന് കാണാൻ പറ്റും. സ്പേസ് ആംബിയൻസ് സെലക്ട് ചെയ്യാം. സോ ഇപ്പോൾ ഞാൻ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പേസ് ആംബിയൻസ് മ്യൂസിക് കഴിയുന്നത് വരെ അവർ ഇത് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ അണ്ടിൽ ഡൺ തന്നെ യൂസ് ചെയ്യാം. സ്റ്റാർട്ട് സൗണ്ട് എന്ന് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. സോ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് കണ്ടിന്യൂസ് ആയിട്ട് 10 സെക്കൻഡ് നേരം കഴിയുമ്പോൾ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനെ ഫോറെവർ, കൺട്രോളിനകത്ത് ഫോറെവർ ഉണ്ട്, എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാൻ പറയുകയാണ്. ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, അണ്ടിൽ ഡൺ എന്ന് പറയുന്ന ഈ ബ്ലോക്ക് തന്നെ യൂസ് ചെയ്യുക. പ്ലേ സൗണ്ട് അണ്ടിൽ ഡൺ. ഇവിടെ സ്റ്റാർട്ട് സൗണ്ട് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കണം എന്നില്ല. പകരം ആ സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആ മ്യൂസിക് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് പ്ലേ ചെയ്യില്ല. ഇവിടെ ഒരു പ്രാവശ്യം ഈ സൗണ്ട് പ്ലേ ചെയ്യും, അതിനുശേഷം വീണ്ടും സൗണ്ട് പ്ലേ ചെയ്യും. ഇങ്ങനെ എല്ലാ കാലത്തേക്കും, എല്ലാ പ്രാവശ്യത്തേക്കും ഫോറെവർ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. റൈറ്റ്. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. സോ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സ്പേസ് ആംബിയൻസ് എന്ന് പറയുന്ന സൗണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബിൽഡിങ്സിനെ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ ബിൽഡിംഗ് സ്പ്രൈറ്റ് സെലക്ട് ചെയ്യുകയാണ്. ബിൽഡിംഗ് സ്പ്രൈറ്റിനകത്ത് ഞാൻ കോഡ് ചെയ്യാൻ പോവുകയാണ്. ബിൽഡിംഗ് സ്പ്രൈറ്റിനകത്ത് കോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ബിൽഡിങ്ങിനെ ഞാനൊരു ഇനീഷ്യൽ പൊസിഷനിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്.
ഇതാണ് എൻ്റെ ഇനീഷ്യൽ പൊസിഷൻ. തുടങ്ങാൻ പോകുന്നത് എൻ്റെ ബിൽഡിംഗ് ഇവിടെ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ഈ പൊസിഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 201 -2 ആണ്. -2 വരെ ഞാനത് 0 ആക്കുകയാണ്. 0 ആക്കണം നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ 0 ആക്കുകയാണ്. ഓക്കെ, ഇപ്പം 2010 എന്ന് പറയുന്ന പൊസിഷനിലാണ് എൻ്റെ ബിൽഡിംഗ് കിടക്കുന്നത്. ഈ പൊസിഷനിലാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് റൈറ്റിലേക്ക് പോകാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഈ പൊസിഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 232 എന്ന് പറയുന്ന പൊസിഷനിലാണ് നമ്മുടെ ബിൽഡിംഗ് ഇപ്പോൾ ഉള്ളത്. സോ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുന്ന സമയത്ത് whenever green flag is pressed, when green flag is clicked, I want my building to go to this particular position. ഈ പൊസിഷനിലേക്ക് എൻ്റെ ബിൽഡിംഗ് എനിക്ക് കൊണ്ടുപോകണം, റൈറ്റ്? അതിന് വേണ്ടിയിട്ട് ഞാൻ മോഷനകത്ത് പോവാണ്. മോഷനകത്ത് ഗോ ടു 232 ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓരോ പ്രാവശ്യം ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുമ്പോഴും എൻ്റെ ബിൽഡിംഗ് എന്ത് ചെയ്യും, ഈ ഒരു പൊസിഷനിലേക്ക് 232 എന്നുള്ള ഈ പൊസിഷനിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് എവിടത്തേക്ക് നമുക്ക് പോകണം, അവിടെ നിന്ന് ഈ ഒരു പൊസിഷനിലേക്ക് എൻ്റെ ബിൽഡിംഗ് പോകണം. ഈ പൊസിഷൻ എത്രയാണ്, -232 തന്നെ നമുക്ക് കൊടുക്കാം. 228 ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഒരു പൊസിഷൻ കൊള്ളാം, ഈ ഒരു പൊസിഷനാണ്. ഈ പൊസിഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഈ പൊസിഷനിലേക്ക് ഞാനിതിനെ ഗ്ലൈഡ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഗ്ലൈഡ് 1 സെക്കൻഡ് ടു -228 ഈ പൊസിഷനിലേക്ക്. സോ ഓരോ പ്രാവശ്യം ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുന്ന സമയത്തും എൻ്റെ ബിൽഡിംഗ് 232 അതായത് റൈറ്റ് സൈഡിലുള്ള ഈ പൊസിഷനിലേക്ക് വരും. അവിടെ നിന്ന് 1 സെക്കൻഡ് സമയമെടുത്തിട്ട് -228 ഗ്ലൈഡ് ചെയ്യും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗ്രീൻ ഫ്ലാഗ് ഞാൻ പ്രസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് കാണാം 1 സെക്കൻഡ് സമയം എടുത്തിട്ട് അതിവിടെ എത്തിയിട്ടുണ്ട്, റൈറ്റ്? എനിക്ക് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എല്ലാ കാലത്തും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇനി എനിക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ 4 hour എന്ന് പറയുന്ന ബ്ലോക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാണ്, റൈറ്റ്? സോ ഇപ്പോൾ എന്ത് സംഭവിക്കും, ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുന്ന സമയത്ത് 232 നിന്ന് തുടങ്ങി 1 സെക്കൻഡ് സമയമെടുത്ത് -228 പോകും. അതിനുശേഷം വീണ്ടും തിരിച്ച് 4 hour, ഇതൊരു ലൂപ്പാണ്, ഇത് ലൂപ്പായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും 232 പോകുന്നു. 1 സെക്കൻഡ് സമയം എടുത്തിട്ട് 228 ഗ്ലൈഡ് ചെയ്യും. -228 ഗ്ലൈഡ് ചെയ്യും. നമുക്ക് ട്രൈ നോക്കാം. കെൻ സീ ഹിയർ അവർ ബിൽഡിംഗ് ഇസ് മൂവിങ് അല്ലേ, ബിൽഡിംഗ് മൂവ് ചെയ്യുന്നുണ്ട്. പുറകിൽ സൗണ്ട് നമുക്ക് കേൾക്കാം അല്ലേ. ഇനി ഈ ഗ്ലൈഡ് ചെയ്യുന്ന ടൈം കുറച്ചുകൂടി സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 1 സെക്കൻഡിന് പകരം 2 സെക്കൻഡ് ഗ്ലൈഡ് ചെയ്തോട്ടെ. 2 സെക്കൻഡ് എടുത്തിട്ട് ഗ്ലൈഡ് ചെയ്താൽ മതി, റൈറ്റ്? അപ്പോൾ ഇത് പതുക്കെ 2 സെക്കൻഡ് സമയം കൊണ്ട് മാത്രമേ ഈ വലത്തെ ഭാഗത്ത് നിന്ന് ഇടത്തെ ഭാഗത്തേക്ക് അത് എന്ത് ചെയ്യുള്ളൂ, മൂവ് ചെയ്യുള്ളൂ. ഇപ്പോൾ ചെറിയൊരു പ്രശ്നം നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ ക്യാറ്റ് ബിൽഡിങ്ങിൻ്റെ പുറകിലൂടെയാണ് ഗ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പറന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കതിനെ ഫ്രണ്ടിൽ ഫ്ലൈ ചെയ്യിപ്പിക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി, ലുക്സിനകത്ത് പോവുക. ലുക്സിനകത്തേക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോ ടു എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. ഗോ ടു എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗോ ടു ഫ്രണ്ട് ലെയർ എന്ന് പറയുന്ന ബ്ലോക്ക്. ഇപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോഴും എൻ്റെ ബിൽഡിങ്ങിനെ എനിക്ക് ഫ്രണ്ട് ലെയറിലല്ല വേണ്ടത്, ബാക്ക് ലെയറിലാണ് വേണ്ടത്. നമ്മുടെ ക്യാരക്ടേഴ്സൊക്കെ ഓരോ ലെയർ ആയിട്ടാണ് സ്ക്രാച്ചിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക. സോ ഈ ക്യാറ്റ് ഒരു ലെയറിലായിരിക്കും, അതുപോലെ തന്നെ ബിൽഡിങ് മറ്റൊരു ലെയറിലായിരിക്കും ഉണ്ടാവുക. സോ ബിൽഡിങ്ങിനെ ബാക്കിലത്തെ ലെയറിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ പറയുകയാണ്. അതിന് വേണ്ടിയിട്ട് ഗോ ടു ബാക്ക് ലെയർ എന്ന് പറയുന്ന ഇത് നമ്മുടെ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡിങ്ങിനെയാണ് നമ്മൾ കോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിൽഡിംഗ് എന്ത് ചെയ്യും, പിറകിലെ ലെയറിൽ പോയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇപ്പോൾ ഞാൻ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ക്യാറ്റ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലൂടെ ഫ്ലൈ ചെയ്യുന്നുണ്ട്. സോ കൺഗ്രാജുലേഷൻസ്, സ്ക്രാച്ചിനകത്തുള്ള മറ്റൊരു രസകരമായ പ്രൊജക്റ്റ് കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. രസകരമായിട്ടുള്ള മറ്റൊരു പ്രൊജക്റ്റുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.